ദുഷ്ടന്റെ തീയമ്പുകൾ കിടത്തുവാൻ തക്കതായ വിശ്വാസത്തിന് നന്ദി. വിശ്വാസത്തിന് നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങ് ജനത്തെ തൊടുന്നല്ലോ, അങ്ങ് ജനത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നല്ലോ, ഓരോ വ്യക്തികളുടെ മേൽ ഇന്ന് കർത്താവേ ഇന്ന് തൊടുന്നല്ലോ. അപ്പൊ എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു സനൽ കുമാർ എന്നുള്ള ഒരു പേരെൻ്റെ മനസ്സിലേക്ക് വരിക. സനൽ കുമാർ, സോറി, സനൽകുമാറും ഉണ്ട്. സനൽകുമാറുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ഇടയ്ക്ക് എനിക്ക് ആ പേര് വന്ന സമയത്ത് ഈ ബ്രദറാണ് സനൽകുമാർ. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആ പേര് വന്നപ്പോ തന്നെ സനൽകുമാർ ബ്രദർ, സിസ്റ്ററുടെ ബ്രദർ അല്ലേ? ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ആ പേര് വന്നപ്പോ തന്നെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത ഇങ്ങനെ വന്ന്, പെട്ടെന്നൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡ്യുവൽ മൈൻഡുള്ള, അതായത് രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ കാണിക്കുന്ന ഒരു സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ട് കാണിക്കുക. രണ്ട് വ്യക്തികളെ പോലെ പെരുമാറുന്ന സ്വഭാവത്തിൽ കയറിക്കൂടിയതിനെ ഇന്ന് കർത്താവ് ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുകയും ആ കുടുംബത്തെ കർത്താവ് ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുന്നു, കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ കാണും. കുറേ വർഷങ്ങളായിട്ട് തുടങ്ങിയ കാലഘട്ടം പഴയതാണ്. ഞാനൊരു പഴയ കാലത്താണ് നിൽക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ അകത്തു നിന്നും അവിടെ മുതൽ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചൊരു ഭവനമാണ്. ഒത്തിരി നഷ്ടങ്ങളോടെ കടന്നുപോയതാ. ഇന്ന് ആ ഭവനത്തെ കർത്താവ് സമാധാനമുള്ള ഭവനമാക്കി മാറ്റുക. വീണ്ടും ഒരു എന്താ പറഞ്ഞത്, ഒരു റീസ്റ്റോറേഷൻ, യഥാസ്ഥാനപ്പെടുത്തൽ സംഭവിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ ബ്രദറിന് വേണ്ടി സ്വീകരിച്ചോണേ. അനർത്ഥം വിട്ടുമാറുന്നു, സമാധാനം അവിടെ ഉണ്ടാകുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നേ. കർത്താവേ, അങ്ങ് ജീവനുള്ള ദൈവമാണല്ലോ അപ്പാ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണല്ലോ അപ്പാ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, റൂഫന ലംസിഫനാഷ് പറ്റേരിയ സെന്റോഫ് റൈറ്റ മക്കുസാന ലെറ്റേരിയ റദൂഷലഹ സെന്റഹോറ ബനാസിയാം തെരിക്കെമോസഫ്രാറ്റിസ് മിനിയാല. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു വ്യക്തിയുടെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് വരിക. ഈ റാം എന്ന് പറയുന്ന ഒരു പേര്, RAM, റാം എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. ഇച്ചിരി ശരീരമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്, ഇച്ചിരി ഒരു ശരീര വലിപ്പമുള്ളൊരു മനുഷ്യനാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വ്യക്തി, അതായത് മെലിഞ്ഞ ആളല്ല, ഇച്ചിരി ശരീരമുള്ള ഒരാളാണ്. റാം എന്നൊരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ, അതായത് ഈ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. എന്നു വേണ്ട എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നത് പോലെ ആ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിൻ്റെ കണക്ഷനുകളെ കർത്താവ് തമ്മിൽ കൈമാറുവാന്നാണ് പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാരുമായിട്ടാണ് ഈ റാം എന്ന് പറയുന്ന പേരുമായി ബന്ധമുള്ളത്, കണക്ഷൻ ഉള്ളത്? ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗം തരുക. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പം ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് അനുഗ്രഹിക്കുന്നപ്പം ആരാണോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്, എന്താണോ കണക്ഷൻ, ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചോണേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പാലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സഞ്ചരിക്കുന്ന, അതൊരു പാലം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടൊരു വാക്കാണ്. അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ബ്ലെസ്സിങ്ങിന്റെ വാക്കാണ് ഞാൻ കേൾക്കുന്നത്. പറയാൻ വേണ്ടിയാണോ? പറഞ്ഞു. ബ്രദറെ, എന്റെ രണ്ട് കാലുകൾക്കും എന്റെ ഈ പാദഭാഗം മരച്ചിരിക്കുകയാണ് ബ്രദറെ. ചെരുപ്പിടാൻ പോലും പറ്റാത്ത അവസ്ഥ.
ബ്രദറെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിന് ശേഷം കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ കാണും. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ഇടപെടുന്ന സമയമാണ് കേട്ടോ. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഇത് റാം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ്. അത് അവർ രണ്ടുപേരും സംസാരിക്കാൻ ഇതില്ലാത്തവരാണ്, സംസാരിക്കത്തില്ല, ശേഷിയില്ലാത്തവരാ. ഈ ശരീര അടയാളം അങ്ങനെയാണോ അവരുടെ? ഹസ്ബൻഡിന്റെ ശരീരം നല്ല ശരീരമുള്ളതാണ്. റാം എന്ന പേരല്ലേ? ഒരു പാലം സിസ്റ്ററെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതായിട്ട് ഞാൻ കാണും. സ്പിരിച്വൽ കണക്ഷൻ ആണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ഊമർ സംസാരിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളിലൂടെ കർത്താവ് ഇതെല്ലാം ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുക. അവരുടെ നാവിനെ തുറക്കുവാൻ ദൈവം സിസ്റ്ററെ ഉപയോഗിക്കും കേട്ടോ. ആമേൻ പറഞ്ഞ് ആലോചന നേരിടുത്തി. എന്നിട്ട് ഇന്ന് മുതൽ പറ, കർത്താവ് അവരുടെ നാവ് തുറക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കും. മറക്കാതെ പറയണമേ, അവരുടെ നാവ് തുറക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കും. ഈ വചനം പറഞ്ഞ ഊമർ സംസാരിക്കും, മുടന്തൻ തുള്ളും, ചെകിടർ കേൾക്കും. ഈ സമയത്ത് ഏറ്റെടുത്ത സിസ്റ്റർ, ഈ സമയത്ത് രോഗികളായിട്ടുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക, അവിടുന്ന് വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ ആലോചനയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാര്യം പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ അത് ബ്രേക്ക് ആക്കാതെ നിൽക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ആരും എന്ത് ചെയ്യരുത്, ഇടയ്ക്ക് സംസാരിക്കാൻ നിങ്ങളോട് വേറെ കാര്യങ്ങളൊന്നും പറയരുത്, ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, അങ്ങ് ആഴമായി ഞങ്ങളോട് സംസാരിക്കുന്നില്ലപ്പ. അങ്ങയുടെ പ്രവചന ആലോചനയാൽ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവെ, അങ്ങയുടെ പ്രവചന ആലോചനയാൽ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് പ്രവചിക്കുവാൻ പരിശുദ്ധാത്മാവെ, പ്രത്യേകിച്ച് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിച്ചു. കർത്താവെ, കൂടുതൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ, ഞങ്ങളോട് സംസാരിക്കുവാൻ ദൈവമേ ആ നാവിനെ ഞങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കണേ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനമായി തീരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ യേശുവേ, oh Holy Spirit, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit, in the name of Jesus. So farala bhivena saitala shatafana habrina sito shakalaka rathu shathu shathu rathema. ഞാനൊരു ദിലീപ് എന്നൊരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ദിലീപിൻ്റെ ഒരു സഹോദരിനെയും കൂടെ ഞാൻ കാണുന്നത്, ദിലീപിനെയും ദിലീപിൻ്റെ സഹോദരിയെയും കൂടെ ഞാൻ കാണുന്നത്. ഈ വ്യക്തികൾക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ ഇപ്പം പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആരാണോ ഈ ദിലീപ് എന്നുള്ള പേര്, ഒരു സിസ്റ്ററും കൂടെ ഞാൻ ദിലീപിന് കാണുന്നുണ്ട്. യേശു പറയാനാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ മൈക്ക് സിസ്റ്ററെ, എന്റെ ബ്രദറിന്റെ പേരാണ് ദിലീപ്. സിസ്റ്ററുടെ ബ്രദറിന്റെ പേരാ ദിലീപ്. അതായത് ഞാൻ രണ്ട് പേരെ കണ്ടത്, ഒന്ന് ദിലീപിനെയും ദിലീപിന്റെ സിസ്റ്ററെ. അപ്പം സിസ്റ്ററുടെ ബ്രദറാണ് ദിലീപ് അല്ലേ? ഞാനേ ഉള്ളു സഹോദരിയായിട്ട് ഉള്ളു. കർത്താവ്, ഇപ്പൊ സഹോദരൻ ഇപ്പൊ എവിടെയാ? ദിലീപ് ഇപ്പൊ എവിടെയാ? നാട്ടിലുണ്ട്. നാട്ടിലാണ്. അപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുക. രണ്ടുപേരെയും ചേർത്ത് പ്രാർത്ഥിക്കുമ്പം കർത്താവ് പറയുന്നു, നന്മ കാണത്തില്ലെന്ന് പറഞ്ഞതിന്റെ മേൽ നന്മ കാണിക്കാൻ വേണ്ടി പോവാ. വാഴിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് രണ്ടുപേരുടെ മേലും ഒരേ അനുഗ്രഹത്തിന്റെ താക്കോലുകളെ കർത്താവ് തരികയാണ്. വാഴിക്കാൻ വേണ്ടി പോവാ. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ വാരിയല്ലുകളുടെ മേൽ ഒരു കർത്താവിന്റെ സ്പർശനം അവിടെ വെളിപ്പെടുന്നതായിട്ട് ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, ദുഷ്ടന്റെ പദ്ധതികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നു. ഇസ്രായേലിന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഈ ഡിസംബർ എന്ന് പറഞ്ഞൊരു മാസം കണ്ടുകൊണ്ടിരിക്കുക. ഡിസംബർ മാസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണെന്നാണ് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ, എൻ്റെ യേശുവേ, ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ നാമത്തിൽ നന്മയുണ്ടാണ്. ആ മാസം കുറിച്ച് വെച്ചോണം കേട്ടോ. വലിയൊരു ദൈവപ്രവർത്തിക്ക്. ഹസ്ബൻഡ് ജനിച്ചത് ഡിസംബർ 10-ാം തീയതി, പക്ഷെ മരിച്ചുപോയ ആള് മരിച്ചുപോയി. ജനിച്ചത് ഡിസംബറിലാണ്. ഈ മരണത്തിന്റെ പിന്നിൽ പോലും ഈ വിഷയത്തിന്റെ ഒരു കാരണമുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ സമാധാനം വാഴട്ടെ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച സിസ്റ്റർ, ഇനി ഒരു അനർത്ഥം അവിടെ വാഴത്തില്ല കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. എൻ്റെ യേശുവേ, അങ്ങയ്ക്കായി സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ലോ സെറ്റാ പരാശനാസിക്കിയറിയാലകൂ ഷമനാഹടതിരിക്കുമാസിൻ്റെ ഫോറലേഖനിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ദുർഗ എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ദുർഗ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചില കൊടുക്കൽ വാങ്ങലുകൾ, ഒരു കണക്ഷൻ ഞാൻ കാണുക. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ ദുർഗയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊടുക്കൽ വാങ്ങലുകളുള്ള ആ വ്യക്തി ആരാണോ അതൊരു ഒരു കുടുംബത്തെ ഞാൻ കാണുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തു. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അത് നന്മയായി തീരട്ടെ. അപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇതാരുമായിട്ട് റിലേറ്റ് ചെയ്താണോ ഈ ദുർഗയുടെ ഭവനം, ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പം അതൊരു നന്മയായി മാറട്ടെ. അപ്പം വിരോധവും പ്രതികൂലവുമായിരിക്കുന്നതെല്ലാം മാറിപ്പോട്ടെ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ഞങ്ങളിപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്മയായി സ്വർഗം മാറ്റുന്നല്ലോ, സാക്ഷ്യമാക്കി ദൈവം മാറ്റുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അതാരുമായിട്ട് റിലേറ്റ് ചെയ്താണോ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞോണേ. ആ വ്യക്തിയിലൂടെ തന്നെ, ആ ഭവനത്തിലൂടെ തന്നെ നിങ്ങളിലേക്കൊരു നന്മയുടെ വഴിയെ കർത്താവ് കാണിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. സൊട്ടോ റബൽ ഫെന റെസ്പെറ്റ റോഷല ഫെര സൈറ്റോ ഫ്രൈറ്റ ഫെനാസിക്ക് ഡലാഷ റൈതവ സൈറ്റോ റതൂഷമേനഹ വസാനഹ അൽബേനിയ നസൂറ ദനാഫല സാന്റാരിയ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, എൻ്റെ ഉള്ളത്തിൽ ഈ മേനക എന്ന് പറയുന്ന ഒരു പേരെൻ്റെ മനസ്സിലേക്ക് വരിക. മേനക, ഈ മേനക എന്നുള്ള പേര്, ഇതുമായിട്ട് ആ പേരുമായിട്ട് ബന്ധപ്പെട്ടതാരാ? മേനക. ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്നൊരു എന്താ പറയുന്നത്, ഇങ്ങനൊരു വാക്കിനോട് പറയും, ഒരു സോഴ്സ് നിങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഉണ്ടായി വരാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, ഞാനിപ്പോൾ തന്നെ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ഞങ്ങളുടെ കൃപയോടെ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ. ബ്രദറെ, ചർച്ചിൽ വരുന്ന ഒരു സഹോദരിയാണ് മേനക. ചർച്ചിൽ വരുന്ന ഒരു സോഴ്സ് ദൈവം തുറക്കുവാന്നാ പറഞ്ഞത്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അവരുടെ പറയണമേ, ഇതേപോലെ ഒരു സോഴ്സ് ദൈവം തുറന്നു വരിക. അതായത് നമുക്കറിയാം, ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറന്നതുപോലെ ദൈവം ആ തലമുറയുടെ നിലവിളി കാണാൻ കഴിയാതെ ഒരു അമ്പിൻപാട് അകലെ അതിനെ മാറ്റിയിട്ട് മാറിയിരുന്ന് കരയുന്ന ഈ ഹാഗറിന്റെ മുമ്പിൽ ദൂതന്റെ പ്രത്യക്ഷതയുണ്ടായി. അവിടെ ഒരു ഉറവ തുറന്നു. അതേപോലെ ഒരു പ്രവൃത്തി നിലവിളിക്കകത്ത് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവേ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ ആത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഷത്വ ഫ്രറ്റേല മസീറ്റ ഹഷാക്കൻ അറിയാതിരി. ഒരു 7.5 സെന്റ് സ്ഥലം എൻ്റെ കർത്താവിനെ കാണിക്കും. 7.5 സെന്റ് സ്ഥലം, 7.5 സെന്റ് സ്ഥലം. ഈ സ്ഥലം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ സ്ഥലത്തിൻ്റെ അകത്ത് ഞാനൊരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ സ്ഥലത്തിൻ്റെ അകത്ത് 1, 2 ജോർജ് എന്നൊരു പേര് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുക. 7.5 സെന്റ് സ്ഥലവും ജോർജ് എന്ന് പറയുന്ന ഒരു പേരും എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഇന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പോവാം. അത് ആരുടെ സ്ഥലമാണോ 7.5 സെന്റ് ജോർജുമായിട്ട് കണക്ഷനുള്ള
ആ ഒരു സ്ഥലം ഏതാണോ? ഞാൻ ഇപ്പോൾ തന്നെ പാസ്റ്ററെ, പറഞ്ഞു സിസ്റ്റർ. എനിക്ക് ഉള്ളത് 7.5 സെന്റ് സ്ഥലമാണ്. ആ. തൊട്ടപ്പുറത്തെ വീട്ടിലെ അവര് വാടകയ്ക്ക് താമസിച്ചൊരു ചേട്ടനാണ് ജോർജ് എന്ന് പറയണേ. ഉം. അത് സ്ഥലത്തിന്റെ വഴി സംബന്ധമായിട്ടൊരു പ്രശ്നമായിട്ട് കിടക്കുക. ഓ, പ്രതിസന്ധിക്കകത്താ. അതെ അതെ അതെ, കോടതി കേസായിട്ട് ഇരിക്കുക. ഓ എന്റെ യേശുവെ, കർത്താവ് എല്ലാം അറിയുന്നു. കർത്താവ് എല്ലാം അറിയുന്നു യേശുവെ. എന്ന് ഇത് 7.5 സെന്റ് സ്ഥലമാണ്. ഈ ജോർജുമായിട്ടാണ് ഈ വിഷയം അല്ലേ? ജോർജ് ആയിട്ടല്ല വിഷയം. അയാള് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അതിനുശേഷമാണ് അതിന്റെ ഉടമസ്ഥ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അവർ വന്നേ പിന്നെയാണ് പ്രശ്നം. ഇവരുമായിട്ടോ പ്രശ്നം അല്ലേ? അതെ 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 അതെ. കർത്താവെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിലപ്പ സകല പ്രതികൂലങ്ങളും ആ കോടതി കേസുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഞങ്ങൾ അതിനെ തീർപ്പ് കൽപ്പിക്കുന്നപ്പ സമാധാനം വാഴുന്നല്ലോ, സ്വസ്ഥത വാഴുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മ്യൂട്ട് ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്താണ് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവർ കമന്റ് ചെയ്താൽ മതി. ലോർഡ് ജീസസ്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, നമ്മുടെ പിതാവിന്റെ ഒരു 7.5 സെന്റ് സ്ഥലമുണ്ട്. അത് ബ്രദർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അത് ദൈവാത്മാവ് തിരിച്ചു തരും, പിതാവിന്റെ കരങ്ങളിൽ കൂടി പോയ വസ്തു തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു 7.5 സെന്റ് സ്ഥലമാണത്. ജോർജ് എന്ന് പറയുന്നത് എൻ്റെ അപ്പന്റെ അനിയനാണ്, പിതാവിന്റെ അനിയനാണ്. അവരുടെ വസ്തുവാണ് ഈ വസ്തുവാ ജോർജ്. പറഞ്ഞു. ജോർജ് പിതാവിന്റെ അനിയനെ പുള്ളി താമസിച്ചുകൊണ്ടിരുന്ന വസ്തുവാണ്. അവര് ഒരു കൂട്ടര് നമ്മളോട് ചതിച്ച് വാങ്ങിച്ചതാ. ഇന്നാള് ബ്രദർ പറഞ്ഞതായിരുന്നു ഈ ആലോചന. അന്ന് ഈ ജോർജ് എന്നുള്ള പേര് വെളിപ്പെട്ടായിരുന്നു സിസ്റ്ററെ? ജോർജ് പറഞ്ഞില്ല ഇങ്ങനെ സ്ഥലമുണ്ട് അവിടെ, ഇങ്ങനെ മുരിങ്ങ കാണുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചങ്ങനാശ്ശേരിക്ക് അടുത്ത സ്ഥലമാണ് എന്നൊക്കെ ബ്രദർ പറഞ്ഞായിരുന്നു. ആ സ്ഥലത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇന്ന് സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചോണം, കർത്താവേ, അത് എനിക്ക് എന്റെ നന്മ എന്നിലേക്ക് തന്നെ മടങ്ങി വരും. അങ്ങനെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അത് അത്ഭുതമായി തന്നെ വരും കേട്ടോ. Amen, amen, amen. God bless you. God bless you, sister. Thank you, Holy Spirit. 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 ഈ ജ്യോതിഷ് എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. ജ്യോതിഷുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ള പറഞ്ഞുകൊണ്ടിരിക്കുക. ജ്യോതിഷ് ആരാണ്? മോന. യേശുവേ, ഞങ്ങളിപ്പോൾ എന്നെ എവിടെയാ സിസ്റ്റർ മോൻ? വീട്ടിലുണ്ട്. എൻ്റെ ഉള്ളത്തേക്ക് കർത്താവ് പറയാ, ജ്യോതിഷിന് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ, അവനെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ഞാനിപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് അവന്റെ ഭാവിക്ക് വിരോധമായി പ്ലാൻ ചെയ്യുന്ന 2002 എന്നൊരു വർഷം ഞാൻ കാണുക സിസ്റ്ററെ. 2002 എന്നൊരു വർഷം ഞാൻ കാണുവാണ്. നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ചരടയില് വലിഞ്ഞു മുറുക്കി വെക്കുന്നത് പോലെ ഒരവസ്ഥ 2002 മുതൽ ആരംഭിച്ചത് ഞാൻ ആ ഭവനത്തിൽ കാണുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ചരടിനെ ഞങ്ങൾ അഴിക്കുന്നപ്പ, യേശുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, ലോർഡ് ജീസസ്, ഞാനൊരു 3 മാസങ്ങൾ എൻ്റെ ഉള്ളത്തിൽ വരുവാണ്. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു 3 മാസം വരുക. ഈ മാർച്ചും മെയ്യും ജൂണും ഇങ്ങനെ 3 മാസങ്ങൾ എന്നെ കണ്ടുപിടിച്ചിരിക്കുക. മാർച്ച്, മെയ്, ജൂൺ, ഈ 3 മാസങ്ങൾ എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് എന്തോ ഭയങ്കരമായ ഒരു കണക്ഷൻ ആ ഭവനത്തെ ഞാൻ കാണുക. ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവർത്തികൾ ഇന്ന് അവിടെ സംഭവിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ.
നന്ദി യേശുവേ, നന്ദി കർത്താവേ, ലോർഡ് ജീസസ് സുറാബശംദ. ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, ഈ ചാനലുമായിട്ട് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ആ ഏഷ്യാനെറ്റ് എന്നുള്ള ചാനലുമായിട്ട് കണക്ഷനുള്ള ഒരു വ്യക്തിയെ എൻ്റെ ഉള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുക. ആ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അതാരാണ് ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? അതിങ്ങനെ കുറേ നേരമായിട്ട് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഒരു വ്യക്തി ഒരു അടയാളമായിട്ട് എന്നെ കാണുക. ആരാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് സൂമിലോ ലൈവിലോ എവിടെയാണോ ഇന്ന് അതൊരു സിമ്പലായിട്ട് എന്നെ കാണിക്കുക, അതൊരു കണക്ഷനായിട്ട് എന്നെ കാണിക്കുക. അത് പ്രശ്നമല്ല, അതുമായിട്ട് ബ്രദറെ അത് എന്റെ ചേട്ടത്തിയുടെ സഹോദരനാ, ബിനോയ് എന്ന് പറയും. പുള്ളിക്കാരൻ ഏഷ്യാനെറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ. ബ്രദറെ എന്റെ ചേച്ചിയുടെ മോളെ ഭർത്താവ് ഏഷ്യാനെറ്റിലെ എഡിറ്ററാണ്. രണ്ടുപേരും ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അതെ. ലോർഡ് ജീസസ്, ഞാൻ ഈ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുവാണ്. ഒരു ഫാക്ടർ എന്നെ കാണിക്കുവാണ്. മോഹൻ എന്നൊരു പേര് ഞാൻ കാണുക. മോഹൻ ഇങ്ങനൊരു പേര്. എന്റെ ബ്രദറാണ് മോഹൻ. ഈ പറഞ്ഞ ആൾ, അതായത് ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞ ആ സഹോദരിയാണ് ഇപ്പൊ ആലോചന ഏറ്റെടുത്ത സഹോദരിയാണത്. ഞാൻ ആദ്യം പറഞ്ഞതാ, എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ഭാര്യയുടെ സഹോദരനാണ് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബിനോയ്. എന്റെ സഹോദരനാണ് മോഹൻ. അതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ച സിസ്റ്ററെ. ഞങ്ങളിത് കർത്താവ് പറഞ്ഞ കുടുംബക്കാരുടെ ഇടയിൽ കർത്താവ് നിങ്ങളെ ശോഭിപ്പിക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാണ്, ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വെച്ച് കാനാവിലെ കല്യാണം പോലെ കർത്താവായ യേശു നിങ്ങളെ ദൈവത്തിൻ്റെ ഒരു അടയാളമായി വെളിപ്പെടുത്താൻ വേണ്ടി പോവാം. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ കാണാൻ വേണ്ടി പോവാണ്. നന്മയായി തീരുന്നല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഷംദറ്റേരിയ, ലംസഫേരിയ, റാറ്റൂരിയ, ഷഥൂരിയ, സെറ്റേരിയ, ലദൂറിയ. ഈ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, 1994 വർഷം മാർച്ച് മാസത്തിൽ ജനിച്ച ഒരാളെ കർത്താവ് എന്നെ കാണിക്കുക. 1994 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുവാണ്. അതാണ് മാർച്ച് മാസമാണ്. ഞാൻ ഈ 15 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് വരിക. 15 എന്നുള്ളൊരു ഡേറ്റ്. ഈ ഒരു നമ്പർ 15 എന്ന് പറയുന്ന ഈ തീയതി വെച്ചുള്ള ഒരു നമ്പർ ഈ മോഹനാ ജനിച്ചിരിക്കുന്നത് അല്ലേ? മാർച്ച് മാസം 94 അല്ലേ? ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തില് 15 എന്നൊരു നമ്പർ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 15 എന്നൊരു നമ്പർ ഒന്ന് അന്വേഷിക്കണമേ. ഈ നമ്പരുമായിട്ട് ഭവനത്തിൻ്റെ അകത്തോ ആ മകനുമായിട്ട് ബന്ധപ്പെട്ടോ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 15 എന്നുള്ള നമ്പർ. ഒരു തീയതിയാണ് കാണിക്കുന്നത് കേട്ടോ. ചോദിക്കണേ. കർത്താവ് ഇന്ന് അവന് വേണ്ടി ഒരു വഴി തുറക്കാൻ വേണ്ടി പോയി 15 എന്നൊരു നമ്പരുകാരൻ അതുമായിട്ട് കർത്താവ്. ഡേറ്റ് ഓഫ് ബർത്ത് 16 മാർച്ച് 16. ഇത് 15 ഞാൻ കാണുന്നത് കേട്ടോ. ഗോഡ് ബ്ലെസ്. ഒന്ന് ചോദിക്കണേ, അവനോട് ചോദിക്കണം. നിന്റെ ഫ്രണ്ട് സർക്കിളിലോ 15-ാം തീയതി ജനിച്ച, അല്ലെങ്കിൽ ആ നമ്പർ കുറിച്ച് വെക്കുക. ഈ ജനനത്തിൽ 15-ാം തീയതി ജനിച്ച ഈ വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ ദൈവം തരും. അത് അവന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു പാസ്ബുക്ക് കർത്താവ് എന്നെ കാണിക്കും. ഒരു പാസ്ബുക്ക്. അതിൻ്റെ അകത്തൊരു നമ്പര്, കുറെ നമ്പറിന്റെ കാണിക്കുവാണ്. 5727572730. ഈ നമ്പർ നോക്കിയോണേ. 57272730. ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു പാസ്ബുക്ക് പോലത്തെ ഞാൻ കാണുന്നത്. അത് പാസ്ബുക്ക് തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്തേ. ഈ നമ്പർ എവിടെയാണോ ഈ നമ്പർ മെൻഷൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യണമേ. ആ വ്യക്തി 572730.
സൗകര്യ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം. ആ നമ്പർ നിങ്ങളുടെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഈ ബാങ്കുമായിട്ട് കണക്ഷനുമായിട്ട് എന്തോ ബന്ധപ്പെട്ടതാണ്. ലോർഡ് ജീസസ്. 572730 ഒന്ന് നോക്കണേ, ഒന്ന് ചെക്ക് ചെയ്ത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാന്ന്. അങ്ങനെയാണെങ്കിൽ അത് എന്താന്നുള്ളതൂടെ പറയണം. ലോർഡ് ജീസസ്. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ, അതിൻ്റെ അകത്ത് നന്മകൾ മുഴുവനും വലിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഇന്ന് അവരുടെ ശരീരത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ പദ്ധതികളെ അങ്ങ് റിവീൽ ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് ജീസസ്, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റെടുത്തോണേ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ചെന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി രോഗികളായിട്ടുള്ളവർ, ശരീരത്തിൻ്റെ അകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഫിനാൻസിൻ്റെ അകത്ത് ബ്ലോക്കായി നിൽക്കുന്നവർ, സാമ്പത്തികമായിട്ട് എനിക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ്, പേഴ്സും ATM ഒക്കെ എടുത്ത് വെക്കാവോ, കരമെടുത്ത് വെച്ച് അതിലോട്ട് മിറക്കിൾ മണി ഉണ്ടാകാൻ പോവുക. ജോലിയിൽ ബിസിനസ്സിൽ വർധന ഉണ്ടാകും. വായ്പ മേടിക്കത്തുമില്ല, വാരി വിതറി കൊടുക്കുകയും ചെയ്യും. എടുക്കും തോറും വർദ്ധിക്കും. അസാധാരണമായ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ റിലീസ് ചെയ്യുന്നു. ആ വരുമാന മാർഗങ്ങളെല്ലാം വർദ്ധിക്കാൻ വേണ്ടി പോവാം. ഒരു പൈസ പോലും ഹോസ്പിറ്റലിൽ കളയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു പൈസ പോലും പാഴായി പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെ തന്നെ പറഞ്ഞ്, എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല, എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ കർത്താവ് ഒരു പാഴ്ചെലവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സമ്മതിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ കൃപ അവിടെ പെരുകുന്നല്ലോ. കർത്താവിൻ്റെ കൃപ അവിടെ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ഇന്ന് രോഗമുള്ള ഭാഗത്ത് കൈയെടുത്തു വെച്ചു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ചില മൂക്കിൻ്റെ പാലവുമായി ബന്ധപ്പെട്ട് ഈ തടസ്സമായി നിൽക്കുന്നത് കൈയോടെ വെച്ച്, ആ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില മൂക്കുകൾക്ക് ഇങ്ങനെ ശ്വാസ തടസ്സങ്ങളുണ്ട്. ചിലർക്ക് ആ മൂക്കിൻ്റെ പാലത്തിൻ്റെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രോബ്ലം ഉണ്ടോ അവരെല്ലാം കൈയെടുത്ത് വെച്ചു. ശരീരത്തിൻ്റെ അകത്ത് ഏതൊക്കെ വേദനകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. കർത്താവ് നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്ന രോഗം ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ ആ വേദനകൾ, ആ രോഗങ്ങൾ ശരീരത്തിൻ്റെ അകത്തു നിന്നും വേരോടെ മാറിപ്പോവുക. ശരീരത്തിൻ്റെ അകത്ത് വേദന അനുഭവിക്കുന്നവർ, രോഗം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് പറഞ്ഞ് മ്യൂട്ട് മാറ്റിയിട്ട്. ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോണ സഹോദരങ്ങളെ, കൈയെടുത്ത് വെച്ച് മ്യൂട്ട് മാറ്റണ്ടേ. കൈയെടുത്ത് വെച്ച് കർത്താവായ യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാണ്, ഞങ്ങളുടെ വേദനകളെ ക്രൂശിൽ ചുമന്നതാണ്. എന്നൊക്കെ കണ്ടേ, വിശ്വാസ കണ്ണുകൊണ്ടൊന്ന് തുറന്ന് കണ്ടേ. ആ കർത്താവിനെ അവർ മാറി മാറി ഉപദ്രവിക്കുമ്പോൾ, ആ മുൾക്കിരീടം തലയിൽ അവർ അടിച്ചു കയറ്റുമ്പോൾ, വസ്ത്രം ചിന്നിയെടുത്തപ്പോൾ, ആ ശരീരത്തിൻ്റെ അകത്ത് ഏക്കുന്ന ഓരോ മുറിവുകളും നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ വടികൊണ്ടല്ല പ്രിയരെ അടിക്കുന്നത്. അവിടെ കണ്ടതുപോലെ ഇരുമ്പും അസ്ഥിയും നിറഞ്ഞ ആ ചാട്ടവാറുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തെ ആറി മാറി അടിക്കുക. ആ ശരീരം, മാംസമളമായ ശരീരം കീറി മുറിക്കുക. എന്തോരം വേദനയാ യേശു അങ്ങ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ വേദന കൊണ്ട് നിലവിളിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി യേശുവിനെ മൃഗത്തെ പോലെ അവർ ഉപദ്രവിക്കുക. വചനം പറയുന്നു, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു മൗനമായിരുന്നു. എൻ്റെ കർത്താവേ, എന്തിനാ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വേദന അനുഭവിച്ചത്? പ്രിയരെ, ധൈര്യത്തോടെ പറഞ്ഞു, എൻ്റെ സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാനത് പിടിച്ചു വാങ്ങും. പിശാചേ, നിനക്ക് എൻ്റെ രോഗസൗഖ്യത്തെ തടയാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ നാഥനിൽ വിശ്വസിക്കുന്നു. പറഞ്ഞ കാലുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, ശരീരത്തിൻ്റെ മേൽ, ഞരമ്പുകളുടെ മേൽ, കണ്ണുകളുടെ മേൽ കണ്ണാടിയൊക്കെ ഊരി മാറ്റിവെച്ച് എന്നിട്ട് പറയുന്നത്, ഇല്ലാതെ ഞാൻ കാണും, കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും. എന്റെ ചെവി യേശുവിനതിൽ അനുഗ്രഹമാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ
അപ്പാ അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വിശ്വാസ കണ്ണു തുറന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ വേദന ഉണ്ടല്ലോ, ഇത് യേശു വഹിച്ചതാ പ്രിയരെ. യേശുവിൻ്റെ നിലവിളി നിങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവേ, എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? 3 ആണിമേലാണ് കർത്താവ് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കയറയിൽ നിന്ന് തൂങ്ങി പിടിക്കുന്ന സമയത്ത് എന്തോരം വേദന നമ്മുടെ കൈക്കുണ്ടാകുന്നത്. ഇത് ആണി കൊണ്ട് കർത്താവിൻ്റെ കരത്തെ അവർ അടിച്ചു, അവിടെ പതിപ്പിച്ചു വെച്ചിട്ട് അതേലാണ് കർത്താവ് തൂങ്ങി നിന്നുകൊണ്ട് പറയുക, ഈ വേദന എനിക്ക് വേണ്ടിയല്ലേ, ഈ വേദന എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയല്ലേ, ഈ വേദന എൻ്റെ അത്ഭുതത്തിന് വേണ്ടിയല്ലേ. ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഹീലിംഗ് പവർ ഇന്ന് മൂവ് ചെയ്യുന്ന ബോഡിയിലേക്ക്. ആ രോഗത്തിൻ്റെ ശക്തിയെ, രോഗത്തിൻ്റെ ദുരാത്മാവേ, രോഗശക്തിയെ നിന്നോട് കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങ ബോഡിയിൽ നിന്ന്. ഹീലിംഗ് പവർ ഇസ് മൂവിങ്. ആ നീരുകൾ വറ്റുന്നു, ആ വിരലുകൾ ചലിക്കാൻ പറ്റാത്തത് ചലിക്കുന്നു, മടക്കാൻ കഴിയാത്ത കൈകാലുകൾ മടങ്ങുന്നു. നടക്കാൻ പറ്റാത്തവരെ നിങ്ങൾ ചാടിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കാഴ്ചയില്ലാത്തവരെ കാഴ്ച പ്രാപിക്കുക, ബലം പ്രാപിക്കുക, ധൈര്യം പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആ കൈ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ വേദന വേരോടെ മാറുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അങ്ങ് തൊട്ടല്ലോ. വേഗത്തിൽ ചെക്ക് ചെയ്തേ. ഒരറിയിപ്പ് ഞാൻ പറയുവാണ്. നമുക്ക് പത്തനംതിട്ടയിൽ നമ്മുടെ പ്രയർ സ്റ്റേഷൻ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 25-ാം തീയതി UK ഈസ്റ്റ് ഹാം, അവിടെ നിങ്ങൾ ലൊക്കേഷൻ നോക്കിയിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടില്ല, പോസ്റ്റ് നാളെ ഇടും, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഇടും. പഴയ സ്ഥലത്ത് തന്നെയാണ്, കഴിഞ്ഞ മാസം നടന്ന സെയിം സ്ഥലത്ത് തന്നെയാണ്. UK ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ, ഞാൻ പലപ്പോഴും നിർബന്ധിക്കാറില്ല, പക്ഷേ ഞാൻ ഈ ദിവസം നിർബന്ധിക്കുവാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങളെ തന്നെ പുഷ് ചെയ്യണം, ആരാധിക്കുവാനും കൂട്ടായ്മയിൽ ബലപ്പെടുവാനും. കാരണം ഇത് അന്ത്യകാലഘട്ടമാണ്. ലോകത്തിൽ എന്തും സംഭവിക്കും. അസാധാരണമായ വലിയ പ്രതിസന്ധികൾ ലോകത്തിൽ വരാൻ പോവുക. കോവിഡിനേക്കാൾ മാരകമായ പ്രതിസന്ധികൾ വരാൻ പോവുക. അപ്പം സഭ ശക്തിപ്പെട്ടില്ലെങ്കിൽ, ആരാധനയിലും കൂട്ടായ്മയിലും ബലപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പട്ടുപോകും. ഞാൻ പേടിപ്പിക്കാൻ പറയുമല്ല, ധൈര്യപ്പെടാനും ശക്തിപ്പെടാനും പറയുകയാണ്. ഈ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് ചെക്ക് ചെയ്ത ബോഡി ഒന്ന് പെട്ടെന്ന് നോക്കി, കാലിയ വേദന, ശരീരത്തിലെ വേദന, നീരുകളെല്ലാം ചെക്ക് ചെയ്ത്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുവാണ്. സാക്ഷ്യമുള്ളവർ പറയാതെ പോകരുതേ. നിങ്ങളുടെ സാക്ഷ്യം മറ്റൊരാൾക്കൊരു വാതിലാണ് സൗഖ്യത്തിൻ്റെത്. അപ്പോൾ ഞാൻ അങ്ങയുടെ നാമത്തിൽ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നപ്പ, അവർ അതിരുകളെ അങ്ങ് വിസ്താരമാക്കുന്നല്ലോ. അവർ അതിരുകളെയും നന്മകളെയും അങ്ങ് വിശാലതയാക്കുന്നല്ലോ. ലോർഡ് ജീസസ്, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി കർത്താവ് മാറ്റുന്നതിന് നന്ദി പറയുന്നു. വിതയ്ക്കുന്നവർ കൊയ്യും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന പകുതി മുതൽ റെക്കോർഡാണ്. നാളെ മുതൽ നിങ്ങൾ ആരെങ്കിലും എന്നെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഒന്ന് ഓർക്കണം, ബ്രദറെ ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന്. പകുതി മുതൽ റെക്കോർഡായിട്ടുള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ ആരെങ്കിലും, നിങ്ങൾക്ക് സാധാരണ ഓണാക്കുമ്പോൾ റെക്കോർഡിങ് ഇൻ പ്രോസസ് എന്ന് കേൾക്കുന്നതാണ് ശബ്ദം, അല്ല ഇന്നത് കേട്ടില്ലല്ലോ. അത് കേൾക്കുന്നില്ലെങ്കിൽ എന്നോട് പറയാം, ബ്രദറെ ഇന്ന് കേട്ടല്ലോ ഇല്ല ഇന്നില്ല ഇല്ല, അത് റെക്കോർഡിങ് അല്ലായിരുന്നു സിസ്റ്ററെ, റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ പകുതി മുതൽ റെക്കോർഡിങ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ എന്നെ ഓർപ്പിക്കണം. ഈ സൗണ്ട് കേട്ടില്ലെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. മ്യൂട്ട് മാറ്റി പറഞ്ഞു. ലണ്ടനിലെ ലിങ്കില്ലേ, നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഒന്ന് ഇട്ട് തരാമോ? എനിക്ക് ലണ്ടനിലുള്ള കസിൻ അയച്ചു കൊടുക്കണം. ഞാൻ അതിൻ്റെ പോസ്റ്റർ ഞാൻ നമ്മുടെ എല്ലാ ഗ്രൂപ്പിലേക്കും ഇന്ന് ഷെയർ ചെയ്തേക്കാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൻ്റെ ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ ഇട്ട് കഴിയുമ്പം അതിലിട്ട് വരാൻ പറഞ്ഞാൽ കേട്ടോ. ആ ലൊക്കേഷൻ ഇട്ടാൽ വരാവുള്ളെന്ന് പറയണേ. ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാനിപ്പോൾ പറയാനാണെങ്കിൽ നമുക്ക് അഡ്രസ്സ് പറഞ്ഞാൽ പെട്ടെന്ന് അറിയത്തില്ല. അതിലാകുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എന്തൊരു ഡൗട്ട് ഉണ്ട്, അതിൽ നമ്പറുണ്ട്, അതിൽ വിളിച്ചാലും മതി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പത്തനംതിട്ട പ്രയർ സ്റ്റേഷൻ ആണ്, ഉടനെ അറിയിക്കാം കേട്ടോ. ബ്രദർ ഇപ്പം പറഞ്ഞില്ലായിരുന്നോ 1994 മാർച്ച് എന്നാ? അത് എന്റെ ഹസ്ബൻഡ് ജനിച്ച വർഷവും മാസവുമാണ്. 15-ാം തീയതി എന്ന് പറയുന്നത് ജൂലൈ 15 ആകുമ്പോഴത്തേനും എന്റെ ഇൻലോസിന് UK വരാൻ വേണ്ടിയിട്ട്
വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 10 days ആകും അത്. അപ്പൊ 10 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വിസ വരൂന്നാ പറഞ്ഞത്. പ്രാർത്ഥിച്ചു സിസ്റ്റർ, ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണേ. കർത്താവ് അതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും UK ലൊക്കേഷൻ ഇപ്പം പ്രാർത്ഥനയുടെ ഉണ്ട്. നിങ്ങൾക്ക് അല്ലാതെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അതിൻ്റെ അകത്ത് കാനിങ് ടൗൺ ലൈബ്രറി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ലൈബ്രറി ഹോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥന നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. അതിൻ്റെ അഡ്രസ്സും പോസ്റ്റ് കോഡും ഒക്കെ അതിലുണ്ട്. ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ്, ലണ്ടൻ അടുത്താണത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ UK തലമുറകളെ നിർബന്ധിക്കണം. തലമുറകളോട് ഞാൻ പറയുന്നു, ഫാമിലിയോട് എനിക്ക് നിർബന്ധമില്ല, കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ തലമുറകളെ നിങ്ങൾ നിർബന്ധിച്ച് പ്രാർത്ഥനയിൽ വിടണം. അവരോട് അല്ലാതെ നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ എന്താ പറയുന്നത്, കാര്യം ഈ രാജ്യത്ത് കർത്താവ് അവരെ കൊണ്ടാക്കിയത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, അതിൽ വളരണം. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ, പെട്ടെന്ന് ചെക്ക് ചെയ്ത ബോഡിയിൽ പറഞ്ഞു സിസ്റ്ററെ. ശുശ്രൂഷയില് എനിക്ക് 2 മാസം അതിഭയങ്കരമായ പുറംവേദനയായിരുന്നു പാസ്റ്ററെ, സഹിക്കാൻ വയ്യാത്ത വേദന. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു സർജനെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ശുശ്രൂഷയിൽ എനിക്ക് നല്ല വിടുതൽ എനിക്ക് തന്നു. ഇപ്പൊ വേദനയില്ല, വേദനയില്ല പാസ്റ്ററെ. അതായത് സർജനെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ വിഷയം അല്ലേ? ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഡോക്ടർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം സർജനെ കാണിക്കണമെന്ന് പറഞ്ഞ വിഷയമായിരുന്നു. കർത്താവ് തൊട്ടു, ഇന്നലെ പൂർണ്ണ സൗഖ്യം അവിടെ ആയല്ലേ? ഗോഡ് ബ്ലെസ് യു സഹോദരി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ ബ്രദറെ? എന്തോ ഇന്ന് വൈകിട്ട് മോള് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴേ ബസ്സിലോട്ട് കേറാൻ അങ്ങോട്ട് കേറുന്നതിന് മുമ്പ് അവരങ്ങ് ബെല്ലടിച്ചു. മോള് വീണ്, പക്ഷെ ഒന്നും പറ്റിയില്ല. കാല് ചെറുതായിട്ട് അവര് എടുക്കുകയും നിർത്തുകയും കൂടെ ഒന്നിച്ചായോണ്ട് കാലെ കേറി ഇറങ്ങേണ്ടിയായിരുന്നു. എല്ലാരും കൂടെ അലച്ചു, ഒന്നും പറ്റിയില്ല ബ്രദറെ. ദൈവം കരങ്ങളിൽ അത് പറയാൻ കരത്തിൽ താങ്ങി മകളെ. ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവ് എന്ന് പറയുന്നതുപോലെ ഒരു ദുഃഖഭവനമാകേണ്ട സ്ഥാനത്ത് സ്വർഗം അതിനെ മാറ്റിയല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ജീവനുള്ള ദൈവമാണ് കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒരു 1.5 വർഷമായിട്ട് കേടായി കിടക്കുകയായിരുന്നു. അപ്പൊ അവർക്കത് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് നന്നാക്കാതിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് അവരെന്ത് ചെയ്തു വെച്ചാല് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഓൺ ചെയ്തപ്പോ വാഷിംഗ് മെഷീൻ ഓണായി. ഒരു കുഴപ്പമില്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആമേൻ. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മനുഷ്യന്റെ മേൽ മാത്രമല്ല, ലോകത്തിൽ ഏതിന്റെ മേലും കേടായതിന്റെ മേലായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ചലിക്കാത്തത് ചലിക്കും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, എന്ത് വന്നാലും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, അതെല്ലാം അത്ഭുതമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ, കേൾക്കുന്നില്ല സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് 2 ആഴ്ചയായിട്ട് വയറിന് പ്രതികൂലമായിട്ട് ഞങ്ങൾക്ക് കഴിവായിരുന്നു, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കരം വെച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. ദൈവം എനിക്കിപ്പം പൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പൊ ഒട്ടും വേദനയില്ല? ഇല്ല. ഓ കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇന്നിപ്പം ബ്രദർ പറഞ്ഞത് നമ്മള് ദൈവത്താലുള്ള പരീക്ഷയും പിശാചിനുള്ള പരീക്ഷയെ പറ്റിയും പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷകളെല്ലാം തന്നെ വേദനകളും പ്രയാസങ്ങളും സന്തോഷം തരാത്ത കാര്യങ്ങളുമാണ്. അപ്പം ദൈവത്തിൽ നിന്നുള്ള ഒരു പരീക്ഷയാണോന്ന് നമ്മൾ എങ്ങനെ അറിയുക? അതാണ് ബ്രദറെ ഞാൻ പറഞ്ഞത്. ഈവിൾ എന്നൊരു വാക്കുണ്ട്, ദോഷങ്ങളാൽ എന്ന പദത്തിന് അവിടെ ഈവിൾ, അതിന്റെ അർത്ഥം നമുക്കൊരു പ്രതിസന്ധി വരും. ഇപ്പം നമുക്കറിയാം, ദൈവം ഓരോ സാഹചര്യത്തിലൂടെ നമ്മളെ ദൈവം പണിതെടുക്കുക. നമ്മൾ ഈ പണിതെടുക്കുക എന്നൊരു വാക്ക് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ തകർത്തുടയ്ക്കുക എന്നൊരാശയം അതല്ല, നമ്മളെ എക്യുപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ സഹോദരൻ ഇപ്പം യേശുവിലേക്ക് വന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോർമലി ബൈബിൾ ഒരു വാക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. അതിന്റെ അർത്ഥം ലോകത്തിൽ സ്വാഭാവികമായിട്ടും ഈ കാലാവസ്ഥ മാറുന്ന പോലെ തന്നെ ഓരോ വിഷയം ലോകത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ദൈവത്തിന്റെ പരീക്ഷ നിശ്ചയിക്കുക, നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. ഇപ്പൊ ഏതാ ബ്രദറിന് ഇപ്പം മനസ്സിൽ വന്ന് എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറയാമോ? അപ്പൊ ഞാൻ കുറച്ചും കൂടെ വ്യക്തമാക്കാം.
ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മളിപ്പം സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഷ്ടതയിലേക്ക് അത് ബ്രദർ പറഞ്ഞല്ലോ ദൈവത്തിൽ നിന്നുള്ള കഷ്ടതയാണെങ്കിൽ നമുക്കൊരു സമാധാനവും ഒരു അല്ല പ്രത്യാശയും എനിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്താന്നുള്ളത് ഒന്ന് പറയാമെങ്കിൽ ക്ലിയർ ആയിരുന്നു. എന്താണ് മീൻസ് അല്ല ഞാൻ പറയുന്നത് നമുക്കിപ്പം പലതരത്തിലുള്ള ഇത് വരുമ്പോഴത്തേക്ക് ഉം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്നാണല്ലോ വചനത്തിൽ പറയുന്നത്. ഉം. അപ്പൊ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വരുന്ന പരീക്ഷകള് അത് എങ്ങനെയാ നമ്മളത് മനസ്സിലാക്കുക? ദൈവത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ ആണോ അതോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞത്. ഒന്ന്, രോഗം തന്നിട്ട് ദൈവം, പുതിയ നിയമ വിശ്വാസമല്ല പറഞ്ഞത്, രോഗം തന്നിട്ട് ദൈവം സൗഖ്യമാക്കത്തില്ല. കാരണം ബൈബിള് പറയുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ രോഗത്തിന്റെ ആഗ്രഹം എന്റെ ശരീരം, അല്ലെ, ഏത് രോഗമായിക്കോട്ടെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പം ദൈവം തന്നെ രോഗം തന്നിട്ട് ദൈവം തന്നെ എന്ത് ചെയ്യത്തില്ല, അത് കളയത്തില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ ചിലർ നമ്മുടെ ഉദാഹരണം, ഇപ്പൊ നമ്മൾ വലിയ കടഭാരത്തിന്റെ അകത്തൂടെ കടന്നു പോവുക. അപ്പം നമ്മൾ ചിന്തിക്കും കർത്താവ് എന്റെ ബിസിനസ് പെട്ടെന്ന് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ബിസിനസ് പെട്ടെന്ന് അങ്ങ് ലോസ്റ്റ് ആയിപ്പോയി, അപ്പം പെട്ടെന്ന് കടം കയറി, അപ്പൊ ദൈവം എന്നെ ഒരിക്കലുമല്ല. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ദൈവം, അതാണ് ഞാൻ പറഞ്ഞത്, ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാനികരമായിട്ട് ഒന്നും കർത്താവ് ചെയ്യത്തില്ല. അപ്പം രണ്ടാമത്തത്, നമുക്ക് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതാണ് ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പൊ ഇത് നമ്മളെ ബാധിക്കുവാൻ അനുവദിക്കരുത്. ഇതിനെ നമ്മൾ ജയിക്കണം, അതിനെ ജയിക്കണം. ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുന്നു. യേശു പറഞ്ഞ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്ര. യോഹന്നാൻ കണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ഇതിനെ കൊണ്ട് ഇല്ല, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ ഇതിന്റെ അകത്തും രക്ഷപ്പെടും. അത് പരീക്ഷയല്ല. പരീക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസവുമായിട്ട് എപ്പോഴും നമ്മുടെ സ്പിരിച്വലുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒത്തിരി പേരെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. മാനുഷികമായിട്ട് ഒത്തിരി സാഹചര്യത്തിൽ കടന്ന് ഞാൻ പോയി. ഭയങ്കര കൺഫ്യൂഷൻ, ആരും കോൾ എടുക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നവർ പോലും അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, വഴി ഞാൻ നിൽക്കുക എന്താണെന്നറിയാതെ. അപ്പൊ ആ സമയത്ത് ഞാൻ തന്നെത്താൻ പറഞ്ഞു, ഇനി ആരും വേണ്ട, കർത്താവ് എന്നെ സഹായിക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വാസന്റെ വാക്കുകൾ കൂടുതൽ ബലപ്പെടാനും കർത്താവിലുള്ള ആശ്രയത്തെ പഠിക്കാനും അങ്ങോട്ട് കൂടുതൽ ചായുവാനും തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ ഒരു ബലം ഉണ്ടാകുന്നത് കാണാൻ പറ്റി. ഇപ്പൊ മനസ്സിലാകും. അപ്പൊ നമുക്ക് എക്സാക്ട് എന്താണോ ബ്രദർ പറയുന്ന വിഷയം പറഞ്ഞാൽ എനിക്കത് കൂടുതലും പറയാൻ പറ്റത്തുള്ളൂ. കേട്ടോ? ഇപ്പൊ ക്ലിയർ ആണ്, ക്ലിയർ ആയി. വിശ്വാസവുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ ആ ഒരു വാക്യം നമുക്ക് എന്തായാലും ചോദ്യോത്തര വേള നമ്മൾ വരും ദിവസങ്ങളിൽ വെക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇതെല്ലാം സംസാരിക്കാം. കേട്ടോ? അല്ല ബ്രദർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ ബ്രദർ ഓരോ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ തന്നെ ഒരു ലാസ്റ്റ് ഒരു 2 മിനിറ്റ് ആ ടോപ്പിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ള അങ്ങനെ വരുന്നത് നമുക്ക് ചെയ്യാം. കാരണം എല്ലാവരും ഒരു ചോദ്യോത്തരം. അതെ, തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ ശ്രമിക്കാം ബ്രദറെ. കാര്യം നമുക്ക് ഈ സമയം എന്താ പറയുക വെച്ചാൽ ഇത് ഇങ്ങനെ നിൽക്കുന്നോണ്ടാണ്. കേട്ടോ? വരും ദിവസങ്ങളിൽ ശ്രമിക്കാം. ഗോഡ് ബ്ലെസ്. ബ്രദറെ, ആ ഹലോ ബ്രദറെ, പറഞ്ഞു ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് എന്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ 2-3 ആഴ്ചയായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞ് കുറവുണ്ട്, കുഴപ്പമില്ല എന്ന്. എന്നാൽ ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വളരെ തകർന്നു പോയി അവിടെ ഇരുന്നപ്പം. എന്നുവെച്ചാൽ പുള്ളിക്ക് നോർമലാകത്തില്ലാത്ത ഒരവസ്ഥ, ഒരു ബലമില്ലാത്ത അവസ്ഥ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് മെഡിസിൻ എടുക്കാമെന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ അവിടെ ഇരുന്ന് വേദനിച്ചു പോയി. ഞാൻ അവിടെ നിന്ന് അന്നേരം ചിന്തിച്ചു, അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് അന്നേരം ഒരു വാക്യം വന്നു, എന്റെ ദൈവം എന്നെ അറിയുന്നവനാ, എന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്നുള്ളൊരു വചനം എന്റെ ഹൃദയത്തിൽ വന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ആ സമയം മുതൽ വീട്ടിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞു. അതിൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഹസ്ബൻഡിന് ഉണ്ടായിട്ടില്ല. ഏത് വാക്യമായിരുന്നു പറഞ്ഞത്? ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നതല്ല, എന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ഈ ആന്റി പറഞ്ഞ ഈ ഒരു സാക്ഷ്യം വലിയൊരു ബലമാണ്. കാരണം ഡോക്ടർ പറഞ്ഞു പഴയ പോലെ ആകത്തില്ല, രോഗാവസ്ഥയിലേക്ക് പോകും. പെട്ടെന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു ദോഷങ്ങൾ. കണ്ടോ? അപ്പൊ പിശാചിന്റെ തന്ത്രമായിരുന്നു രോഗിയാക്കി വീട്ടിൽ കയറ്റുവന്ന്. പക്ഷെ ഉടനെ മനസ്സ് പറഞ്ഞു ഇത് ദൈവമല്ല, ദോഷം ഒരിക്കലും ദൈവം തരത്തില്ല. ആ വചനം പറഞ്ഞ് ശക്തിപ്പെട്ടപ്പോൾ ഭവനത്തിൽ വന്നു. ഇപ്പം ബലം പ്രാപിച്ചു ആന്റി. ഇത് വളരെ അന്നേരം മുതൽ ആള് നോർമലാണ്. കണ്ടോ? വളരെ
സൗഖ്യമുണ്ട്. അതിന് സ്കാൻ ചെയ്തു, MRI എടുത്ത് ഈ കഴിഞ്ഞ ദിവസം പോയി നോക്കിയപ്പോൾ അവിടെ ബ്രെയിനിൽ ഒരു ചെറിയ ചുരുക്കമെന്നുള്ള, അത് മറ്റൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അത് പ്രായത്തിന്റെ ആണെന്ന് പറഞ്ഞു. എന്നാൽ അവർ മെഡിസിൻ ഏതോ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ആദ്യം 1 മാസം കഴിക്കാനെന്നും പറഞ്ഞു വിട്ടു. അങ്ങനെയല്ല, അത് മറ്റ് യാതൊരു കുഴപ്പവും ഇല്ല. മറ്റേ യൂറിനൊക്കെ പോവായിരുന്നു, അല്ലാതെ നോർമൽ അല്ലാത്ത അവസ്ഥയായിരുന്നു. യൂറിൻ പൊക്കോണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പൊ അതെല്ലാം മാറി. എല്ലാം മാറി. എന്റെ യേശുവേ, അല്ലാണ്ട് അതാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയണം ഒരു ദൈവത്തിന്റെ പരീക്ഷയാണെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞാൽ അത് പിശാചെടുത്ത് ഉപയോഗിക്കും. കണ്ടോ, ദൈവം നിങ്ങളെ പരീക്ഷിക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും കർത്താവേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട്. സൗരി പറഞ്ഞതുപോലെ ബലപ്പെട്ടു, ആ വചനം പറഞ്ഞ് ശക്തിപ്പെട്ടു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ ഇപ്പൊ പറഞ്ഞ വാക്യം ഏതാ? ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല. യാക്കോബിന്റെ ലേഖനം 1 യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമേ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്നലത്തെ പ്രയറിൽ എനിക്ക് എന്റെ ലങ്സിന്റെ ഭാഗത്ത് നല്ല വേദനയായിരുന്നു. വെള്ളം ഇറക്കുമ്പോൾ പോലും വേദനയായിരുന്നു. ഇന്നലത്തെ ആ പ്രയറിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാൽ തൊട്ട് പ്രാർത്ഥിച്ചു, അത് കംപ്ലീറ്റ് വിട്ടു. എപ്പോ തുടങ്ങിയതായിരുന്നു ആ വേദന? 3-4 ദിവസം കൊണ്ടുണ്ടായിരുന്നു. ലെൻസിന്റെ അവിടെ വേദനയായിരുന്നു. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല. കർത്താവെ അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എനിക്കുണ്ട് സാക്ഷ്യം. പറഞ്ഞു. ഒരു മിനിറ്റ് സിസ്റ്റർ, ആരായി സംസാരിക്കുന്നത്? ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ സാക്ഷ്യം പറയുന്ന ആള് മാത്രം ഒന്ന് പറഞ്ഞു. ആരാ സിസ്റ്റർ? പേരെന്തുവാ? സിസ്റ്ററുടെ പേരെന്തുവാ? ബാക്കി എല്ലാവരും, മിരിയാം സിസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. സിസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്ക് തലവേദനയായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കാനായിട്ട് ബ്രദറിനോട് പറഞ്ഞായിരുന്നു. വൈകിട്ട് രാവിലെ ഭയങ്കര വേദനയായിരിക്കും. എന്നാലും പ്രാർത്ഥിച്ചപ്പോ എനിക്കിപ്പോ തലവേദനയ്ക്ക് മാറ്റം ഉണ്ടായി, തലവേദന ഇല്ല. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരാ ഉള്ളത് സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. സാക്ഷ്യമുള്ളവര് പറഞ്ഞാണ്ടെ. പറഞ്ഞു. ബ്രദറെ, എന്റെ കാലിന്റെ മുട്ടിന്റെ നെഞ്ചിന് ഭയങ്കര വേദനയായിരുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ അത് മാറി. ഭയങ്കര എന്ന് മുതൽ വേദന തുടങ്ങിയത്? കൊറേ നാള് കൊണ്ടുണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസം കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ബ്രദർ പറഞ്ഞപ്പം. ഇന്ന് അത് മാറിയത്. ഇപ്പൊ ഒട്ടും വേദനയില്ല? ഇല്ല. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശകുന്തള സിസ്റ്ററെ, പാട്ട് പിന്നെ പാടാൻ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദറെ. അതെ, 2 ആഴ്ചകളായിട്ട് എനിക്ക് ഇങ്ങനെ വയറിന്റെ വലതുവശത്തായിട്ട് ഇങ്ങനെ വേദനയായിരുന്നു ബ്രദറെ. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതിന്റെ റിസൾട്ട് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഇതിൽ ഒരു കുഴപ്പവും ഇല്ലാന്ന് ഞാൻ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ റിസൾട്ട് ഒരു കുഴപ്പമില്ല റിസൾട്ടില്. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, അത്ഭുതത്തിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു.
ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്കാനിങ്ങിന് ഞാൻ പോയിട്ടില്ല. ഡോക്ടർ 2 സൈസ് ഗുളിക തന്നത് കഴിക്കാനാണ്. ഡോക്ടർ ചോദിച്ചു നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. 3 ഡോക്ടർമാരും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും എന്റെ കർത്താവ് അല്പം ഇടയ്ക്ക് തോന്നുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രദറൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റുന്ന ദിവസം കൈവച്ച് പറഞ്ഞോണം, ഞാൻ അത്ഭുതം കാണുക തന്നെ ചെയ്യണം കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞോ. പാസ്റ്റർ, എന്റെ മോനക്ക് 3 കൊല്ലത്തിന് മുമ്പിൽ ഒരു ആക്സിഡന്റ് ആയതാ. അവന് ഇപ്പൊ 25 വയസ്സായി. ബികോമും കഴിഞ്ഞു, എംകോമും കഴിഞ്ഞു. ഈ ആക്സിഡന്റ് ആകാൻ മുമ്പിൽ വന്നിട്ട് കോളേജിൽ പോയിട്ട് പണിക്ക് പോകും. ആക്സിഡന്റ് ആയിട്ട് ഒരു പണിക്ക് പോകില്ല, ഒന്നും പോകില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഫസ്റ്റ് ഓനക്ക് എന്തോ താഴെ വീണിട്ട് എന്തോ ആയിപ്പോയി, എന്തോ പിശാച് ഉണ്ടാകോ ഒരു പേടിയാകുന്നുണ്ട്. ആദ്യം പള്ളിക്കെല്ലാം പോയിട്ട് കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുക. ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ആ ബന്ധനം അഴിയട്ടെ, കെട്ട് പൊട്ടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ, ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്യും. ഹലോ, പറഞ്ഞോ. ദൈവനാമകത്തിരട്ടെ. ബ്രദർ, കഴിഞ്ഞ വർഷം 9-ാം മാസമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നത്, ജോയിൻ ചെയ്തത്. അന്ന് മുതല് ഇന്ന് വരെ എന്ത് ചെയ്ത് നല്ലൊരു ആത്മീയ വളരാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ വർഷം നവംബർ മാസം മുതല് നല്ലൊരു ഉണർവ് കർത്താവ് എനിക്ക് തന്നു. വചനമായി നിൽക്കാൻ കർത്താവ് സഹായിച്ചു. പിന്നെ സഭയില് സൂം മീറ്റിംഗില്ലേ, 2 സൂം മീറ്റിംഗിൽ 3/4 മണിക്കൂറോളം വചന സാക്ഷിയായി നിർത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയും സഭയിൽ വചനമായി നിർത്തുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 3 മണിക്കുള്ള അന്വേഷണ പ്രാർത്ഥന, അത് വലിയൊരു അനുഗ്രഹം. ആത്മീയ വളരാൻ എന്റെ കർത്താവിനെ സഹായിച്ചു. ഇന്ന് വരെയും ആത്മീയ വളരാൻ സഹായിച്ചു. ഇനി ഇങ്ങനെ പോരാ, ഇനിയും ശക്തമായ കർത്തൃത്വം ഉപയോഗിക്കാൻ ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. കർത്താവ് എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ ആവണം. തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ സിസ്റ്ററെ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ കർത്താവ് ചെയ്യും. യേശുവിന്റെ സാക്ഷിയൊക്കെ ദൈവമായിട്ടും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങളുള്ളവര്? ബ്രദറെ, ഒരു ആലോചന പറഞ്ഞോട്ടെ. ബ്രദറെ, ഈ കഴിഞ്ഞ 1-ാം തീയതി ബ്രദറ് സൂം മീറ്റിംഗിൽ പറഞ്ഞു, ഒരു ആള് ഐസ് പ്ലാന്റിനകത്ത് ഒരു കയ്യിലൊരു ഡോക്യുമെന്റും പേനയുമായി പിടിച്ചു നിൽക്കുന്നു. അന്ന് എനിക്കത് കേട്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂട്യൂബിൽ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പാണെന്നും ബ്രദർ അത് പറഞ്ഞായിരുന്നു അന്ന്. അത് എൻ്റെ ബ്രദറായിരുന്നു. അവന് ഒരു 98 മുതൽ 2012-13 വരെയും ഐസ് പ്ലാന്റിൽ കോഴിക്കോട് ജോലിയായിരുന്നു. ആ സമയത്ത് അവന് അമ്മ ഒരു 7 സെന്റ് സ്ഥലം, ഒരു സെറ്റിൽമെന്റ് ഡീഡ്, ഞാനും എൻ്റെ ചേച്ചി അറിയാതെയാണ് അമ്മ അത് എഴുതി കൊടുക്കുന്നത്. അതാണ് ആ ഡോക്യുമെന്റ് കയ്യിൽ പിടിച്ചിട്ട് ഒപ്പിടാനായിട്ട് അവൻ നിൽക്കുന്നത്. പക്ഷെ അവനെ അതറിയാം, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അന്നതിന് ശേഷം നമ്മൾക്ക് ആർക്കും അതിനകത്ത് പരാതി ഇല്ലായിരുന്നെങ്കിലും ഡോക്യുമെന്റ് എഴുതിയതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് തകർച്ചകൾ ഉണ്ടായി. പക്ഷെ അതെനിക്ക് അന്ന് റിലീസ് ആകുന്നെന്നാണ് ബ്രദർ പറഞ്ഞത്. ഞാനത് ഏറ്റെടുത്തത് ഇന്നാണ്, ഞാനത് കേട്ടത് ഇന്നാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അന്ന് ഞാൻ കേട്ടെങ്കിലും എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ഞാനത് ഏറ്റെടുത്തു ബ്രദറെ. അത് റിലീസ് ആകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി. അതാരും വഴക്കിട്ട് ഉണ്ടായതല്ല, സ്വാഭാവികമായിട്ടും. ബാക്കി വസ്തുക്കളെ സംബന്ധിച്ച് ഡോക്യുമെന്റ് എഴുതിയത് അതെല്ലാം വിറ്റു. അതെല്ലാം ഞങ്ങൾക്ക് എതിരായിട്ടാണ് വന്നത്.